ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നേരെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലേ. അങ്ങനെ ഏതായാലും നമ്മുടെ നയനയ്ക്ക് ആ ഒരു അവാർഡ് കിട്ടാൻ പോവുകയാണ്. അതിന് പിന്നിൽ നമ്മുടെ ദേവയാനി ആണെന്ന് സത്യം പറഞ്ഞാൽ വേറെ ആർക്കും അറിയില്ല. പക്ഷെ ഒരാൾക്കറിയാം, അവാർഡ് മേടിക്കുന്നത് നമ്മുടെ നയനയ്ക്ക് ദേവയാനിയുടെ കൈകൾ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് നമ്മുടെ നയന അവാർഡ് മേടിക്കാൻ പോകുന്നതൊക്കെ കേട്ടോ. അപ്പം നാളെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയ്ക്കൊരു ഫോൺ കോൾ വരികയാണ്. അത് വേറെ ആരുമല്ല വിളിക്കുന്നത്, നയനയുടെ കൂട്ടുകാരിയുടെ മകള് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗ്രേസി എന്ന് പറയുന്ന കൂട്ടുകാരിയുടെ മോള് വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലബ് ഉണ്ട്, ആ ക്ലബിൽ അതിഥിയായിട്ട് വരണം, അതുമാത്രമല്ല ഒരു ചെറിയൊരു അവാർഡും കൂടി നമ്മുടെ നയനയ്ക്ക് തരുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പം ഇത് കേട്ടത് നയന ഞെട്ടിപ്പോവാണ്. അപ്പം നയനയ്ക്ക് മനസ്സിലായി, നയനയ്ക്ക് അറിയാം ഈ പറയുന്ന നമ്മുടെ ആൻമേരിയ ആരാണെന്നും എന്താണെന്നൊക്കെ നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഞെട്ടിപ്പോവാണ് കേട്ടോ. കാരണം ആൻമേരിയ ഗ്രേസിയുടെ ഫ്രണ്ട് ആണെന്ന് അറിയാലോ. അപ്പം ആൻമേരിയനെ ഫോൺ വിളിക്കുന്ന കാര്യമൊക്കെ അറിയാം. അപ്പം മനസ്സിലാകുകയാണ് ഇത് എൻ്റെ അമ്മായിയമ്മ എനിക്കിട്ട് തരുന്ന ഒരു അവാർഡാണ് എന്ന് തിരിച്ചറിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നയന. പക്ഷേ നയന ഇത് പറയുന്നൊന്നുമില്ല. ഏതായാലും ഇതിനിടയിൽ നമ്മുടെ നയന അവിടെ എല്ലാവരോടും പറയുകയാണ് ഈ അവാർഡിന്റെ കാര്യം. ഇത് കേട്ട ഉടനെ തന്നെ അറിയാലോ, നമ്മുടെ ജലജയുടെയും ജാനകിയുടെയും ഒക്കെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അവാർഡ് അതും അവക്ക് എന്തിനാ ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കണത്? അവക്ക് അവാർഡ് കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല. വെറുതെ വെച്ചുകെട്ട് വേഷങ്ങൾ എന്നൊക്കെ ദേവയാനിയും ജാനകിയും പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ദേവയാനി വരുന്നുണ്ട്. അപ്പം ദേവയാനിയോട് പറയുകയാണ്, ഇതൊന്നും അറിഞ്ഞില്ലേ ഏടത്തി, അവക്ക് എന്തിനാ ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്? അത് ഏടത്തിക്ക് അറിയാലോ, ആ ക്ലബും അതുപോലെ തന്നെ ഏടത്തിയുടെ കൂട്ടുകാരിയല്ലേ ഈ ഗ്രേസിയൊക്കെ, അവരോട് പറഞ്ഞിട്ട് ഈ അവാർഡ് അങ്ങ് ഒഴിവാക്കി കൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇനി അവള് നിലത്തൊന്നും അല്ലായിരിക്കും, അവളുടെയും അവളുടെ ചേച്ചിയുടെയും അനിയത്തിയുടെയും ഒക്കെ അഹങ്കാരം കാണാൻ പറ്റില്ല എന്നിട്ട് ചോദിക്കാന്ന് പറയാണ്. അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അവക്കൊരു അവാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, അവളെന്റെ ശത്രുവാണ്, അതുപോലെ തന്നെ അവളെ ഞാൻ വെറുക്കുന്നു. എങ്കിലും അവൾ ഈ ഡിസൈൻ കാര്യത്തില് രാജാവ് തന്നെയാണ്. കാരണം അറിയാലോ, ഇതുവരെ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി ഇത്രയും നല്ലൊരു നയന കളക്ഷൻ എന്നൊക്കെ പറഞ്ഞൊരു ഇത് തുടങ്ങിയിട്ടില്ല. നയന കളക്ഷൻ എന്നല്ല, വേറെ ആരുടെ പേരിലും തുടങ്ങിയിട്ടില്ല. അങ്ങനെ അവക്കത് തുടങ്ങാനുള്ള കഴിവുണ്ടെങ്കിൽ ഈ അവാർഡ് മേടിക്കാനുള്ള കഴിവ് അവക്കുണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ കാര്യം ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ ശരിയാകുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ സമയം നമ്മുടെ നയന മാറി നിന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. ഏതായാലും അവാർഡ് ഇതെന്റെ അമ്മായിയമ്മ എനിക്കിട്ട് തരുന്ന ഇത് തന്നെയാണെന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി അങ്ങോട്ടേക്ക് ചെല്ലുക. ദേവയാനി ചോദിക്കുക, നീ എന്താ ഇങ്ങനെ കിനാവ് കണ്ടോട്ട് നിൽക്കുന്നത്? നിനക്ക് അവാർഡ് കിട്ടിയതിന്റെ ആ ഒരു പത്രാസം ഗമയാണെങ്കിലേ ഞാൻ കാരണമാണ് നിനക്ക് അവാർഡ് കിട്ടിയത്. അതെന്താ അമ്മ കാരണം എനിക്ക് അവാർഡ് കിട്ടിയത്? അല്ല, അമ്മയാണ് എനിക്ക് ഈ അവാർഡ് തരാൻ വേണ്ടി അവരോട് പറഞ്ഞത്. ഞാനല്ല അവാർഡ് തരാൻ വേണ്ടി അവരോട് പറഞ്ഞത്. പക്ഷേ ഞാന് ഗ്രേസിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ. അപ്പം ഗ്രേസ് വിചാരിച്ചു കാണും എൻ്റെ ഫ്രണ്ടിന്റെ മരുമകൾക്ക് ഈ സമ്മാനം കൊടുത്തേക്കാന്ന്. അതുകൊണ്ടാ നിനക്കിത് കിട്ടുന്നതെന്ന് പറഞ്ഞപ്പം, ആയിക്കോട്ടെ, അമ്മയുടെ മരുമകളായോണ്ടല്ലേ എനിക്ക് ഈ അവാർഡ് കിട്ടുന്നത്, അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ നയന പറഞ്ഞു. ഇത് കേട്ടതും ദേവയാനിക്കൊന്ന് എന്താ പറയാ, ഒന്നും തിരിച്ചു പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിട്ട്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, നീ കൂടുതൽ എന്നെ സോപ്പിടുവൊന്നും വേണ്ട, എനിക്ക് വേണമെങ്കിൽ ഈ അവാർഡ് ഇല്ലാതെയാക്കാനൊക്കെ സാധിക്കും. അല്ലമ്മേ, അമ്മ വേണമെങ്കിൽ എനിക്ക് ഈ അവാർഡ് തരണ്ട, അവരോട് വേണമെങ്കിൽ പോയി പറഞ്ഞോ എൻ്റെ മരുമകൾക്ക് ഈ അവാർഡ് കൊടുക്കണ്ടെന്ന്. ഈ അവാർഡ് കിട്ടിയെന്ന് ഓർത്തോണ്ട് എനിക്ക് ഈ ലോകം മുഴുവൻ പിടിച്ചടക്കിയ സന്തോഷമൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മായിയമ്മ എന്നെ സ്നേഹിക്കുന്നു, അന്നേ എനിക്ക് ഈ ലോകം പിടിച്ചടക്കിയ സന്തോഷം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനെ അങ്ങ് പോവാണ് കേട്ടോ. ഒരു ചെറിയ ചിരിയോടൊക്കെ കൂടിയാ പോകുന്നത്. അപ്പൊ പെട്ടെന്ന് ദേവയാനി പറഞ്ഞു, നിക്കടി എവിടെയെന്ന് പറഞ്ഞു. അപ്പൊ നയന, എന്താമ്മേ, അല്ല നിനക്കെന്താ ഒരു ചെറിയ പുഞ്ചിരി? എപ്പോഴും നീ എന്നെ കളിയാക്കുന്ന പോലെ ചിരിച്ചോണ്ട് നടക്കുന്നത്? അല്ല, നിനക്കിപ്പോ ഈ നയന കളക്ഷൻസ് ഒക്കെ ഇറങ്ങിയതിൽ പിന്നെ കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്. ദേ, നിന്റെ അഹങ്കാരം എൻ്റെ അടുത്ത് എടുക്കരുത് കേട്ടോ. ഞാനൊരു കാര്യം പറയാം, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാല് ഈ നയന കളക്ഷൻസ് ഇല്ലാതാക്കാൻ എനിക്ക് പറ്റും. ഓഹോ, അങ്ങനെ ഇല്ലാതാക്കാൻ അമ്മയ്ക്ക് കഴിയുമോ? ഒരിക്കലും അമ്മയ്ക്ക് കഴിയില്ല, അതും എനിക്കറിയാം എന്ന് പറഞ്ഞ് വീണ്ടും ചിരിച്ചുകൊണ്ട് നമ്മുടെ നയന പോവാ. അപ്പൊ നയന പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി മനസ്സിൽ വിചാരിക്കുക, എൻ്റെ ഈശ്വര,
ദൈവമേ, ഇനിയിപ്പോൾ ഇവൾ അറിഞ്ഞോ ഞാനിതൊക്കെ അറിഞ്ഞെന്ന്? അയ്യോ, ഇനിയിപ്പം കുറച്ച് ദേഷ്യത്തോടു കൂടി തന്നെ അവളുടെ മുമ്പിൽ നിന്നില്ലെങ്കിൽ പണി പാളും. അതുകൊണ്ട് ഇനി അവളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. മറ്റുള്ളവരുടെ മനസ്സൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവ് അവൾക്ക് ഉണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഒരിക്കലും ഈ സത്യം അറിയാൻ പാടില്ല. അതുകൊണ്ട് അവളോട് ഒത്തിരി സംസാരത്തിന് പോകാതിരിക്കുന്ന നല്ലത് എന്നൊക്കെ പറയാണ്. അപ്പൊ ഇങ്ങനെ നോട്ടീസൊക്കെ അടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ, അതായത് ഈ ഒരു അവാർഡ് കിട്ടുന്നതിന്റെ. അപ്പം നയന ആദർശ് എന്നാണ് ഈ അവാർഡ്, നയന ആദർശ് എന്നാണ് ആ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത്. അവാർഡിൽ കിട്ടുന്ന ആ ഒരു നോട്ടീസിലൊക്കെ കൊടുത്തിരിക്കുന്ന, ആ ഒരു അവാർഡിൽ കൊടുത്തിരിക്കുന്നത് നയന ആദർശ് എന്നാണ്. അപ്പൊ ഇത് കണ്ടോണ്ടേ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പോ മൂർത്തീസ് ജ്വല്ലറിയുടെ മൊത്തം ക്രെഡിറ്റ് നയനെ നിനക്ക് തന്നെ കിട്ടിയില്ലോ എന്ന് പറഞ്ഞപ്പം, അതെന്താ ആദർശേട്ടാ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇപ്പൊ ഞാൻ വെറും വാലായി പോയല്ലോ. കണ്ടില്ലേ ഈ അവാർഡിൽ എഴുതിയിരിക്കുന്നത് നയന ആദർശ് എന്നാ. അപ്പൊ നയന ആദർശ്, നയന ഫ്രണ്ടിലും ആദർശ് പിന്നിലും. അപ്പൊ ഞാൻ വെറും വാലായി പോയില്ലേ? അയ്യോ ആദർശേട്ടാ, ആദർശേട്ടൻ അങ്ങനെ പറയരുത്. കാരണം ആദർശേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഈ നയന കളക്ഷൻസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. കാരണം ആദർശേട്ടനും ആദർശേട്ടൻ്റെ അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതുകൊണ്ട് മാത്രമാണല്ലോ എനിക്കിങ്ങനെ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിച്ചതും ഈ ഒരു അവാർഡൊക്കെ എനിക്ക് കിട്ടുന്നതുമൊക്കെ. അതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെറും ദാനമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇതൊരിക്കലും ദാനമല്ല നയനെ. എന്തൊക്കെ പറഞ്ഞാലും നീ ഇപ്പം ഞങ്ങൾ പറഞ്ഞിട്ടാണ് മൂർത്തീസ് ജ്വല്ലറിയിൽ വന്നത് എങ്കിലും ദേ നിന്റെ കഴിവ്, അത് നിന്റെ കഴിവ് തന്നെയാ. ആ കഴിവിന്റെ ക്രെഡിറ്റ് മേടിക്കാനൊന്നും ഞാനില്ല കേട്ടോ. പിന്നെ വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞതാ. പിന്നെ ഈ ആദർശ് എന്ന വാല് ഞാൻ അഭിമാനത്തോടു കൂടിയാ ഏറ്റുവാങ്ങണത്. കാരണം എൻ്റെ ഭാര്യ ഒരു നല്ല ഡിസൈനർ ആണെന്നും അതുപോലെ ഒരു അവാർഡ് മേടിക്കുകയാണെന്നൊക്കെ അതൊക്കെ അറിയുമ്പോൾ എനിക്കല്ല അഭിമാനം. ഇത് നാട്ടിൽ മൊത്തം പാട്ടാകും. ആദർശിന്റെ ഭാര്യയാണ് നയന കളക്ഷൻസ്. അപ്പൊ പിന്നെ ആർക്കും അഭിമാനം? എനിക്കും. ദേ അനന്തപുരി തറവാട്ടിലെ എല്ലാവർക്കും നീ കാരണം സത്യം പറഞ്ഞ ഇപ്പൊ അഭിമാനം മാത്രമാണുള്ളത്. പണ്ട് ഞാൻ നിന്നെ എന്തൊക്കെയോ പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. എനിക്ക് മാത്രമല്ല, ഈ അനന്തപുരി തറവാട്ടിലും നീ വേണം. സത്യത്തിൽ ഇപ്പൊ ഈ അനന്തപുരി തറവാട് വരെ അറിയപ്പെടുന്നത് നയന നിന്റെ പേരിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നയനയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവണുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ ജലജയ്ക്കും അനാമികയ്ക്കും അതുപോലെ തന്നെ ജാനകിക്കും ഒരു സമാധാനവും ഇല്ല. അപ്പം നമ്മുടെ ജാനകി പറയുകയാണ് അനാമികയോട്, മോളെ ദേ ഇനി അവൾ നിലത്തൊന്നും അല്ലായിരിക്കും. എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ചില്ലെങ്കിലുണ്ടല്ലോ അവള് മിക്കവാറും അനന്തപുരി തറവാട്ടിലെ രാജാവും റാണിയും ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിലും അവൾ ഇപ്പോഴേ തലക്കേറ്റി വെച്ചിരിക്കുക അച്ഛനും അമ്മയും കൂടി. അതുകൊണ്ട് ഇനിന്തേ ഇതുപോലെ ഇവളെ പന പോലെ വളർത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവള് പന പോലെ തന്നെ വളരുകയും ചെയ്യും. നമുക്കൊന്നും ഇവിടെ യാതൊരു സ്ഥാനവും കാണത്തില്ല. അതും മാത്രമല്ല മറ്റവളുണ്ടല്ലോ നന്ദു, അവള് പോലീസും കൂടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവൾമാരുടെയൊക്കെ അഹങ്കാരം അത് ചില്ലറയല്ലായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജലജയം പറയുന്നുണ്ട്, അത് ശരിയാ. ഇപ്പൊ തന്നെ എൻ്റെ മരുമകളെ എന്നെ പുകച്ച് വെളിയിൽ ചാടിക്കാൻ വേണ്ടി നോക്കുക, അവളെന്നെ വരച്ച വരയിൽ നിർത്താൻ വേണ്ടി നോക്കുക. ഒരു കുഞ്ഞും കൂടെ അവളുടെ വയറ്റിലുള്ളത് കൊണ്ട് എനിക്ക് ഒരു സമാധാനവും അവർ തരുന്നില്ല അവള്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരവസാനം ഉണ്ടാക്കണം. അല്ല ഇതേ രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ ജാനകി നിനക്കോ എനിക്കോ ഈ നിൽക്കുന്ന അനാമികയ്ക്കോ ഈ കുടുംബത്തിലൊരു സമാധാനവും അതുപോലെ സ്ഥാനവും ഒന്നും കാണത്തില്ല എന്നൊക്കെ പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമികയ്ക്കും വല്ലാത്തൊരു പേടിയും വെപ്രാളവും ഒക്കെ തന്നെയാണ്. അപ്പൊ ഇവര് പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെ മാറി നിന്ന് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുകയാണ് അനി. അപ്പൊ അനി വന്നിട്ട് എന്താ അമ്മായിയമ്മയും മരുമകളും കൂടി ഒരു ഗൂഢാലോചന? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നയനേടത്തിനെ വെളിച്ചാടിക്കാനാണെങ്കിൽ ഇനി അത് നടക്കാൻ പോകുന്നില്ല. അതുമാത്രമല്ല നയനേടത്തിയെ ഇവിടെ മാത്രമല്ല ഈ വീട്ടിൽ മാത്രമല്ല ഇപ്പൊ അറിയപ്പെടുന്നത്. നയനേടത്തി ഇപ്പം ദേ ഈ ഒരു പരിസരത്ത് മുഴുവനും ഇന്ത്യയിലും കൂടെ ഇന്ത്യ മുഴുവനും കീഴടക്കാൻ വേണ്ടി പോവുക. നയനേടത്തിക്ക് ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ കിട്ടും. അത് ഇന്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലൊക്കെ ആയിട്ട് കിട്ടുന്നൊക്കെയാ പറയുന്നത് കേട്ടത്. ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് സമാധാനമായെങ്കിലേ ഇനി കുറ്റം പറയാൻ തുടങ്ങിക്കോ. നിങ്ങൾക്ക് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. ഏടത്തിയുടെ അയലത്ത് നിൽക്കാനുള്ള യോഗ്യത നിനക്കുണ്ടോ അനാമികെ എന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ട ഉടനെ തന്നെ നിർത്തുന്നുണ്ടോ അനി? നീ എന്തിനാ അവളെ പുകഴ്ത്തി പറയുന്നത്? അവള് അവാർഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് അവാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് അവൾ വെച്ചോണ്ട് നടന്നോട്ടെ. അല്ല അവളുടെ ഭർത്താവിനും ഗുണമുണ്ട്, നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ അവളുടെ കൂടെ കൂടി അനാമിക മോളെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്?
ഇവളെ എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കും? ഇവളോട് ആദ്യം ഒരു നല്ല ഭാര്യയാകാനും നല്ല മരുമകളാകാനും മകളാകാനും ഒക്കെ പറ. അത് ഈ ജന്മം ഇവൾക്ക് സാധിക്കത്തില്ല. ആ കാലം അത്രയും ഇവളെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് കണക്കാക്കൂല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. ഏതായാലും ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്വപ്നം തന്നെയാണ്. ഇനിയിപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഫംഗ്ഷൻ കഴിഞ്ഞോ, നമുക്ക് ഇങ്ങനെ ഒരു സീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ സംശയമുണ്ട്, ഇനിയിപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞോ, സ്വപ്നമാണോ അതോ ഇനിയിപ്പോൾ അത് യാഥാർത്ഥ്യമാണോ? നമ്മൾ കഴിഞ്ഞ ദിവസം പ്രമോയിൽ കണ്ട കുറച്ച് സീനുകൾ നയനയും നവ്യയും കൂടെ കെട്ടിപ്പിടിക്കുന്നത്. ഏതായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് വരാട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.